അങ്ങനെ അഹാനക്കുള്ള മറുപടിയുമായി തൻവിയും അമ്മൂമ്മയും രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ, എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. അഹാന കൃഷ്ണ ഈ പറയുന്ന അമ്മൂമ്മയെ ബിച്ച് എന്ന് വിളിച്ചു എന്നുള്ളതാണ്. ഒരു പേരക്കുട്ടിയും ഒരു അമ്മൂമ്മയെ വിളിക്കാൻ പാടില്ലാത്ത വാക്കാണ് ഈ ബിച്ച് എന്നുള്ള വാക്ക്. അഹാന അയച്ച ഒരു മെസ്സേജാ, Tanvi, your dear grandmother is the biggest bitch on earth. If you, എനിക്ക് കാണാം എന്റെ കൊച്ചാണ് സത്യം. അഹാന അയച്ചേക്കുന്ന മെസ്സേജാ. എന്തായാലും ഇവിടെ അഹാന സ്വന്തം അമ്മൂമ്മയെ വിളിച്ച വാക്ക് നിങ്ങൾ എല്ലാരും കേട്ടല്ലോ, ബിഗ്ഗസ്റ്റ് ബിച്ച് ഓൺ ദ എർത്ത് എന്ന്. അതായത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പട്ടിയെന്നോ. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? ആരെയാണ് വിളിക്കുന്നത്? സ്വന്തം അമ്മൂമ്മയെ. സംഭവം ശരിയാണ്, ഇവരുടെ അമ്മൂമ്മ ഇവരോട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടാകും, വയസ്സാം കാലത്ത് ഇവർ ഒരുപാട് വെറുപ്പിച്ചിട്ടുണ്ടാകും, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്ന് കരുതി അവര് ബിച്ച് എന്നൊക്കെ വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ, നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. പക്ഷെ അപ്പൂപ്പന്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എന്റെ ഭർത്താവിന്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷെ എന്റെ ഒരു കാര്യം അവള് നോക്കാറില്ല. വിഷമിക്കാതിരിക്കും, ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്, പക്ഷെ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഒരു ആന കുത്താൻ വരികയാണെന്ന് കരുതി നീ അങ്ങോട്ട് നേരിടും. കാരണം മറ്റൊന്നുമല്ല, നിങ്ങൾ പറയാൻ പാടില്ലാത്ത ഏതൊരു തെരുവാക്ക് അവരെ വിളിച്ചു, അവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അതോടെ അവര് നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്ട് കട്ട് ചെയ്തു എന്നാണ് അഹാനകൃഷ്ണ പറഞ്ഞത് കേട്ടോ. വയസ്സാം കാലത്ത് വല്ലാത്ത കഴപ്പാണല്ലേ, തീർത്തു തരാം. അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? അമ്മു എന്നെ എടി അവളെ ഇവളെ എന്നും പറഞ്ഞ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. നീ അറിഞ്ഞ ഞാൻ പെട്ടു. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരു അമ്മുമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല, ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതെല്ലാം ചെയ്യാണ് ഒരു ഫാബ്രിക്കേറ്റഡ് വീഡിയോസിനും എന്നെ തകർക്കാനാകില്ല. നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്, ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും, അത് ഓർത്തു വെച്ചോ വൃത്തികെട്ട സ്ത്രീയെ. ഇതൊന്നും നടക്കണ കാര്യമല്ല. എങ്ങനെ നടക്കും? അത് ശരിയാ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്, സെൽഫ് കൺട്രോൾ. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ, മറ്റത് എന്തെല്ലാം എടി വസന്തേ, എടി എടി അതെ ഇതേ, പിന്നെ എന്താ അതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അമ്മ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ചാണ് എന്നെ തെറി വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാൻ അമ്മൂനെ തെറി വിളിച്ചത്. ഞാൻ വിളിച്ചില്ലെന്ന് പറയുന്നില്ല, പക്ഷെ ചുമ്മാ ഇരുന്ന് എന്നെ വിളിച്ച് അവള് തെറി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തെറി പറഞ്ഞല്ലേ. അത് നല്ലതാ, പരിചയമുള്ളവരെ തന്നെ വഞ്ചിക്കുന്നത് നല്ലതാ. സമാധാനമായല്ലോ, അനുഭവിച്ചു. അവിടെ ഓശിക്കും ഇശാനിക്കും മനുഷ്യക്കും ഒന്നും വലിയ പ്രശ്നമില്ല. പ്രശ്നക്കാരി അമ്മുവാണ്, അഥവാ അഹാനയാണ്. അവളാണ് എനിക്ക് കണ്ണെടുത്ത കണ്ടുകൂടാത്തത്, അവളാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയത്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. ഞാൻ പോകുന്നു. ബൈ ബൈ.